നമ്മളൊരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ ആ വിൻഡോയിൽ കുറച്ച് ബട്ടൺസ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. റൂം ബുക്കിംഗ്. നമുക്കറിയാം ഒരു പേഷ്യൻ്റ് വാർഡായിരിക്കും കൊടുത്തിരിക്കുന്നത്, അവർക്ക് റൂം വേണം. അപ്പോൾ ബുക്ക് ചെയ്തിട്ടല്ല പ്രിയോറിറ്റി ബേസ്ഡ് ആയിട്ട് റൂം അവൈലബിൾ ആകുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ അവിടെ തന്നെ മറ്റൊരു ബട്ടൺ ഉണ്ട്, റൂം ബ്ലോക്കിംഗ്. അതൊരു ഡിഫറെൻറ്റ് യൂസാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അടുത്ത 20 സെക്കൻഡിനാണ് വരേണ്ടത്, അങ്ങനെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആ റൂം ബ്ലോക്ക് ചെയ്യാൻ പറ്റും. റൂം ബുക്കിങ്ങിൽ അഡ്മിറ്റായ ഒരു പേഷ്യൻറ്റിന് പ്രിയോറിറ്റി ബേസ്ഡ് വാർഡിൽ നിന്നോ മറ്റൊരു ചെറിയ റൂമിൽ നിന്ന് ഡീലക്സ് റൂമിലോ ഒക്കെ പോകാനാണ് ബുക്കിംഗ് ഉപയോഗിക്കുന്നതെങ്കിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് താല്പര്യമുള്ള ഒരു റൂമിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നതാണ് റൂം ബ്ലോക്കിംഗ് എന്ന ഫംഗ്ഷൻ്റെ ഉപയോഗം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബ്ലോക്ക് ചെയ്യപ്പെട്ട ദിവസം മുതൽ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. അഡ്മിറ്റായ മുറിയിൽ വന്ന ദിവസം മുതലല്ല. 22-ാം തീയതി ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് 23-നാണ് അഡ്മിറ്റ് ആയതെങ്കിലും ആ റൂമിൻ്റെ റെൻറ്റ് 22-ാം തീയതി മുതൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. അതുപോലെ അതിന് മുൻ ദിവസങ്ങളിൽ ആ മുറിയിൽ ഒരു അഡ്മിഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ അലേർട്ടായി എനേബിളായി കിടക്കുന്നുണ്ടാവും. അപ് ടു 20 സെക്കൻഡാണ് ഈ റൂം ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന്. റൂം ബുക്കിംഗ് ആൻഡ് റൂം ബ്ലോക്കിംഗ് ഓപ്ഷൻസ് ഇൻ IP അഡ്മിഷൻ.